ഇത്രയും ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ട് നമ്മുടെ തെരുവിൽ എന്തുകൊണ്ട് അതൊരു ശബ്ദമാകുന്നില്ല? വി.ഡി. സതീശനും എം.വി. ഗോവിന്ദനും എത്ര ദിവസമായി അവരെല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നില്ലേ? അവരൊരക്ഷരം ഇതിൽ പറയുന്നില്ലല്ലോ. അവർക്കെന്താ ഇതിലൊരു ഗൗരവമില്ലാത്തതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ നേതാക്കൾ, അവർക്ക് ഈ ജനങ്ങളോട് കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലേ? ആളുകളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന സ്വഭാവത്തിൽ, എല്ലാ ദിവസവും ഇതിൻ്റെ പുറകെ പായിക്കുന്ന സ്വഭാവത്തിൽ, BLOമാരെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന സ്വഭാവത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളെ വെച്ച് കളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഗൗരവത്തിലെടുക്കാത്തത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നുണ്ടായ വാർത്ത ശ്രദ്ധിച്ചോ? അവിടെ ചിങ്ങോലി എന്ന് പറയുന്ന പ്രദേശത്ത് 56 ആളുകളെ, അത് ഫോം 7 ആണ്, ഫോം 7 വെച്ചിട്ട് ആർക്കും ഒരാളെ വെട്ടി ഒഴിവാക്കാനുള്ള അപേക്ഷ കൊടുക്കാം. 56 വെട്ടി ഒഴിവാക്കാനുള്ള അപേക്ഷ കൊടുക്കുകയാണ്. BJPയുടെ ഒരു BLA. അയാൾ അപേക്ഷ കൊടുക്കുന്ന ഈ 56 ആളുകൾ 54 പേര് മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളായുള്ള ആളുകൾ വെട്ടി ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കണം, ഒരു നാണവുമില്ലാതെ. അതിൽ തമാശ എന്ന് വെച്ചാൽ ഇവൻ ഈ ഫോം 7 പ്രകാരം വെട്ടി ഒഴിവാക്കാൻ കൊടുത്ത അപേക്ഷയിൽ ആ നാട്ടിലെ BLO ഉണ്ട്. നമുക്കിത് നമ്മൾ വാർത്ത ചെയ്യുന്നു, ഇവരത് ആ അപേക്ഷ തിരിച്ചു കൊടുക്കുന്നു BLA. ഇത് ഇങ്ങനെ സംഭവിച്ച സ്ഥലങ്ങളുണ്ടാവില്ലേ? വാർത്തയാവാത്ത സ്ഥലങ്ങളുണ്ടാവില്ലേ? പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി സംഘടനകൾ ശക്തമല്ലാത്ത പ്രദേശങ്ങൾ, അവിടെ എനിക്കൊന്നത് ഇയാൾ BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. BJP സംസ്ഥാന ഓഫീസ് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. പരമാവധി മുസ്ലിം വോട്ടർമാർ വെട്ടി ഒഴിവാക്കാനുള്ള വകുപ്പ് എന്താണ്? ആലപ്പുഴയൊക്കെ A+-ലുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അത്രയും ഗുരുതരമായൊരു സംഭവം നടന്നിട്ട് കേരളത്തിലൊരു മുസ്ലിം സംഘടന അതിൽ പ്രതികരിച്ചാണ്ടോ? ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ പോട്ടെ, ഒരു പ്രദേശത്തെ 54 മുസ്ലിം വോട്ടർമാരെ വെട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് BLA ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ഫോം 7 പ്രകാരം. ആരും അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതാണ് എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ആകെ ഒരു ഏതെങ്കിലും നിലക്കുള്ള റെസ്പോൺസ് വരുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി CPMൻ്റെ രാകേഷ് പത്രസമ്മേളനം വിളിച്ചിട്ട് അവിടെ നടന്നിട്ടുള്ള വിചിത്രമായിട്ടുള്ള വർധനവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഗൗരവപ്പെട്ട കാര്യമാണ്. ഇത് എന്താണ് രാകേഷ് പറഞ്ഞതെന്നുള്ളത് വാട്ട് ഹാസ് ഹാപ്പൻ ഇൻ തൃശ്ശൂരിൽ സംഭവിച്ച കാര്യമാണ്. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, താവൂതേ, ഈ ഫൈനൽ SIR ഫൈനൽ ലിസ്റ്റ് വരുമല്ലോ, ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? അയാൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ലിസ്റ്റ് വന്നാൽ എന്താണ് ചെയ്യുക എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തൃശ്ശൂർ.